കുട്ടിയെ കാണാതായ വിഷയത്തിൽ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അനുരാഗ് ചേരുന്നു. അനുരാഗ്, CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. പോലീസിന് അന്വേഷണം കൂടുതൽ എളുപ്പത്തിലാക്കാൻ സഹായകരമാകുമോ ഇത്? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? കുട്ടിയെ കാണാതായ ഓൾസെയിൻ സ്കൂൾ കോളേജിന് സമീപത്താണ് ബ്രഹ്മോസ് എയറോസ്പേസ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് സമീപത്തെ CCTV ദൃശ്യമാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ ഒരു ബൈക്ക് 12 മണിക്ക് ശേഷം അതുവഴി കടന്നു പോകുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഈ 2 പേർ ഇതിൽ ഉണ്ട്, ബൈക്കിൽ സഞ്ചരിക്കുന്നുണ്ട്. ഈ 2 പേർക്കിടയിൽ ബൈക്കിൽ തന്നെ ഒരു കുട്ടി ഉള്ളതായി സംശയിക്കുന്നതായാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ ദൃശ്യം എന്തായാലും വിശദമായി പോലീസ് പരിശോധിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ ബൈക്കിനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനായുള്ള അന്വേഷണം നടത്തി വരികയാണ്. അതിനൊപ്പം തന്നെ ഈ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയത് കണ്ടു എന്ന് മൊഴി നൽകിയ ആൾ പേട്ട പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അയാളുമായി ഇപ്പോൾ പോലീസ് സംഘം ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി ഈ ബൈക്ക് കേന്ദ്രീകരിച്ചും, അല്ലെങ്കിൽ ഇയാൾ കണ്ടു എന്ന് പറയുന്നതും ഈ ബൈക്കും ഒന്ന് തന്നെയാണോ എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരാളാണ് ഇതിലുണ്ട് എന്നുള്ളത് ഈ കുടുംബം മൊഴി നൽകിയത്. പക്ഷേ ഇപ്പോൾ 2 പേരുള്ളതായാണ് സൂചനകൾ ലഭിക്കുന്നത്. എന്തായാലും അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. 2 പേർ സഞ്ചരിക്കുന്നത് ഒരു അസ്വാഭാവികമായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ 2 പേർക്കിടയിൽ കുട്ടി ഉള്ളതായാണ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഈ വാഹനത്തെ തന്നെ പിന്തുടർന്ന് കൂടുതൽ CCTVകളിൽ ഈ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം. അതിൽ നിന്നായിരിക്കും ഇതിൽ കൂടുതൽ ഈ തട്ടിക്കൊണ്ടുപോകലുമായി ഈ ബൈക്കിന് അല്ലെങ്കിൽ ഈ സംഘത്തിന് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇവർ തന്നെയാണോ എന്ന കാര്യത്തിലടക്കം വ്യക്തത ഉണ്ടാവുക. ശരി, കുട്ടിയെ കാണാതായ വിഷയത്തിൽ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളാണ് അനുരാഗ് നൽകിയത്.